കെജ്രിവാളിന്റെ ഗ്യാരണ്ടി മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ തന്നെ ഒരു വലിയ വോട്ടായി മാറും. ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതീകമായി അരവിന്ദ് കെജ്രിവാൾ മാറിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് സൗജന്യമായി വൈദ്യുതി നൽകുന്നതാണ്. ഞാൻ 12 വർഷം ഡൽഹിയിൽ താമസിച്ചിരുന്ന ഒരാളാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വൈദ്യുതി ബില്ലാണ്. കാരണം ദീർഘകാലം ഈ വേനലുള്ളൊരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഒരു 6-7 മാസം വേനൽക്കാലമാണ്, അത് കടുത്ത ചൂടാണ്. ആ സമയത്ത് നമ്മൾ AC ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഈ മാസം തോറും വരുന്ന വൈദ്യുതി ബില്ല് എന്ന് പറയുന്നത് വലിയ തുകയാണ്. അതിൻ്റെ കാരണം വെച്ചാൽ ഡൽഹിയിൽ കടലൊന്നുമില്ല. അവിടെ സ്വകാര്യ കമ്പനികളിൽ നിന്നാണ് ഈ സർക്കാർ വൈദ്യുതി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് വലിയ പൈസ കൊടുത്ത് വൈദ്യുതി വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപഭോക്താക്കളിൽ നിന്നും ആ പൈസ അവർ ഈടാക്കും. അപ്പോൾ ആ വൈദ്യുതി ബില്ല് വലിയ രീതിയിൽ റെഡ്യൂസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ തെളിയിച്ചു അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അരുൺ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എയിംസ് അടക്കമുള്ള, റാം മനോഹർ ലോഹ്യ ആശുപത്രി അടക്കമുള്ള വലിയ ആശുപത്രികളുള്ള സ്ഥലമാണ് ഡൽഹി. പക്ഷേ ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരന് അവിടെ ചികിത്സ കിട്ടാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ ഈ മൊഹല്ല ക്ലിനിക്കുകൾ വരുന്നു. അത് വലിയൊരു മാറ്റം കൊണ്ടുവന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സെയിൻറ്റ് സ്റ്റീഫൻസ് ആണെങ്കിലും ലേഡീസ് റാം കോളേജൊക്കെ ആണെങ്കിലും അതുപോലുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനമുള്ള സ്ഥലമാണ്. പക്ഷേ പാവപ്പെട്ടവർക്ക് അവിടെ കടന്നു ചെല്ലാൻ കഴിയില്ല. അവിടെയാണ് നല്ല സ്കൂളുകൾ അദ്ദേഹം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ തെളിയിച്ച ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ അധികാരത്തിലേക്ക് എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ വരുന്നത്? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. കാരണം കെജ്രിവാൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയത്. എങ്ങനെയാണ് ഒരു വിശ്വാസം അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് കെജ്രിവാൾ നേടിയത്? അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ IT കമ്മീഷണറായിട്ട് ജോലി എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. IRSകാരനാണല്ലോ അദ്ദേഹം. IT കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ചെറിയ അഴിമതിയൊന്നും അല്ല കേട്ടോ. ഈ IT കമ്മീഷണർക്ക് കിട്ടാവുന്ന പൈസ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പൈസയാണ്. അപ്പോൾ ആ തൊഴിൽ ഉപേക്ഷിച്ചിട്ടാണ് ഇയാൾ ഈ 10 വർഷം യഥാർത്ഥത്തിൽ ഡൽഹിയിലെ ഈ ചേരി പ്രദേശത്ത് അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ നമ്മൾ ഈ കാണുന്ന ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു 2 കിലോമീറ്റർ ചുറ്റളവാണ്. അവിടെയാണ് നമ്മൾ ഈ ഇന്ത്യ ഗേറ്റും പാർലമെൻറ്റ് മന്ദിരവും കുത്തബ് മീനാറും ഒക്കെ കാണുന്നത്, കൊണാട്ട് പ്ലേസ് ഒക്കെ കാണുന്നത്. അതേസമയം അതിന് പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയൊരു ചേരി പ്രദേശമാണ് ഡൽഹി. ഓൾഡ് ഡൽഹി എന്നായി നമ്മൾ പറയുക. അപ്പോൾ ന്യൂഡൽഹിയും ഓൾഡ് ഡൽഹിയും ഉണ്ട്. ഈ ഓൾഡ് ഡൽഹിയിലാണ് ഈ പറയുന്ന സാധാരണക്കാരായ മനുഷ്യർ മുഴുവൻ വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്? ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവിടെ വരിക ആളുകൾ. വെച്ചാൽ ഉത്തർപ്രദേശിൽ നിന്ന് വരും, ബീഹാറിൽ നിന്ന് വരും, മഹാരാഷ്ട്രയിൽ നിന്ന് വരും. എന്തിനാണ് തൊഴിലെടുക്കാനാണ് വരുന്നത്? നിങ്ങൾ ഈ വലിയ കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാനല്ലോ. അവിടെയൊക്കെ ക്ലീനിങ്ങിന് ആളുകളെ വേണ്ടേ? നിങ്ങളുടെ ഈ വിഴുപ്പലക്കാനും നിങ്ങളുടെ ഈ ശുചിത്വം പാലിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആളുകൾ വരും. ആളുകളെ വേണം. അവരൊക്കെ ഈ ചേരി പ്രദേശത്തു നിന്നുള്ളവരാണ്. അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് അവർക്ക് ഇലക്ട്രിസിറ്റി സംഘടിപ്പിച്ചു കൊടുക്കും, വൈദ്യുതി കണക്ഷൻ സംഘടിപ്പിച്ചു കൊടുക്കും, ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് ഈ CPM-നോടുള്ള വിമർശനം എന്താണെന്നറിയാമോ? CPM ഈ AKG ഭവനിൽ ഇരുന്നിട്ട് ഈ സിദ്ധാന്തവും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമല്ലോ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ CPM-ന് വലിയ, കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് വലിയൊരു, അവരുടെ ഒരു ഏരിയ ആണല്ലോ അത്, അവിടെ ഒരു വലിയ സാധ്യത ഉണ്ടായിരുന്നു. അവർ ആ ഒറ്റയടിക്കാണ് അരവിന്ദ് കെജ്രിവാളിനെ അവർ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത ജനത. കോൺഗ്രസിനെയും തള്ളി, BJP-യെയും തള്ളി. ഏറ്റവും പ്രമുഖരായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ, ഷീലാ ദീക്ഷിതിനെ പോലുള്ള നേതാക്കളെയാണ് പുറത്താക്കിയത്. സാഹിബ് സിംഗ് വർമ്മയും മദൻലാൽ ഖുറാനയൊക്കെ പോലുള്ള വലിയ നേതാക്കളെയാണ്, സുഷമ സ്വരാജിനെയൊക്കെ പോലുള്ള വലിയ നേതാക്കളെയാണ് BJP ഡൽഹിയിൽ നിന്ന് പുറത്താക്കിയത്. ഡൽഹൈറ്റ്സ്, ഡൽഹിക്കാരായിട്ടുള്ള ആൾ. എന്നിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ എടുത്തത്. എന്തുകൊണ്ടാണ്? അയാൾ ഈ സൈക്കിൾ റിക്ഷ വലിക്കുന്നവർക്കിടയിലും, അയാൾ ഈ കൂലിപ്പണിക്ക് പോകുന്നവർക്കിടയിലും, അയാൾ ഈ പറയുന്ന വീട് വൃത്തിയാക്കാൻ പോകുന്ന ആളുകൾക്കിടയിലും ഒക്കെ പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടൊരു വിശ്വാസം ആർജിച്ചെടുത്തു. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്നത്. അതിനുശേഷമാണല്ലോ ഈ പറയുന്ന സൗജന്യങ്ങളെല്ലാം നടപ്പാക്കിയെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അയാൾക്കൊരു വലിയ വിശ്വാസം ആ ജനതയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിശ്ചയമായും അവിടെ വോട്ടായി മാറും. എന്നാൽ രാജ്യത്തുടനീളം അരവിന്ദ് കെജ്രിവാൾ ഒരു വലിയ രാഷ്ട്രീയ പ്രതീകമായി മാറിയിട്ടുണ്ട്. അതും വോട്ടായി മാറും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഈ പറയുന്ന എങ്ങനെയാണ് ഗവൺമെൻറ് ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ പ്രതിയോഗികളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം തന്നെ വന്നിറങ്ങിന്നിട്ടാണല്ലോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ പശ്ചാത്തലത്തിൽ കാണിക്കുന്ന ചൂലും പിന്നെ കാണുന്നത് അഴികൾക്കുള്ളിൽ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളുമാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങളും കൂടി കയറി അങ്ങ് കൊളുത്തും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നടക്കാണ്ടിരിക്കുന്ന, ഇപ്പോൾ നാളെ നടക്കാണ്ടിരിക്കുന്ന 96 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് നടക്കാണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അരവിന്ദ് കെജ്രിവാൾ ഈസ് ഗോയിങ് ടു ബി എ ബിഗ് വോട്ട് ക്യാച്ചർ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ ബീഹാറിലേക്കും ഉത്തർപ്രദേശിലേക്കും മഹാരാഷ്ട്രയിലേക്കും ഒക്കെ പോവുകയാണ്. സോ അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം. അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഗ്യാരണ്ടികൾ മാത്രമല്ല, ഹി ഹിംസെൽഫ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വോട്ട് സമാഹരിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. Meet the editors.